പത്രങ്ങളിലുമുണ്ട് നമ്മൾ ഒരുപക്ഷെ കാണാത്ത ചില വാർത്തകളൊക്കെ. അതെ അതെ, ഇന്ന് പത്രങ്ങൾ ഏതെല്ലാം വാർത്തകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് മുഖ്യ വാർത്താ പത്രങ്ങളുടേത് എന്നത് നമുക്ക് നോക്കാം. ഏതായാലും കിരൺ ബാബു ചേരുകയാണ് പത്രവിശേഷവുമായി. നമസ്കാരം. ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേജിലെ പ്രധാന വാർത്തയായി രണ്ട് വാർത്തകളാണ് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. ഒന്ന്, ഈ ബഫർ സോൺ വിഷയത്തിൽ നൽകിയ ഇളവുകളാണ്. അത്തരമൊരു ഇളവുകളിലേക്ക് വരാനുള്ളൊരു സൂചന സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അത് വലിയ ആശ്വാസം തരുന്നൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മലയോര മേഖലയിലൊക്കെ ഈ ബഫർ സോണിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ അത് പ്രധാന വാർത്തയായി തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത അഭിമാനകരമായ ഒരു വാർത്തയാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് കീരവാണി അർഹനായ വാർത്തയാണ്. ആ വാർത്തയും പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രധാന പത്രങ്ങളുടെ ആ പ്രധാന വാർത്തകൾ ഒന്ന് നോക്കി വരാം. മാതൃഭൂമി പത്രം ഗോൾഡൻ ഗ്ലോബിൽ തിളങ്ങി കീരവാണിയുടെ നാട്ടു എന്നുള്ള തലക്കെട്ടിലാണ് വാർത്ത. ഒന്നാം പേജിൽ ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ മാസികയോടൊപ്പം ചേർത്തിട്ട് തന്നെയാണ് അവർ അത് നൽകിയിട്ടുള്ളത്. ചരിത്രമായി RRR എന്നുള്ളത് കൂടി നൽകിയിട്ടുണ്ട്. മനോരമയും വളരെ മനോഹരമായ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ വാർത്ത ഒന്നാം പേജിൽ ഏറ്റവും മുകളിൽ തന്നെ ആണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അവർ നാട്ടു എന്നുള്ള 3 RRR വെച്ചിട്ട് 3 എന്നിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ ശൈലിയിലേക്കാണ് AR റഹ്മാന് ശേഷം ആദ്യമായിട്ടാണ് ഗോൾഡൻ ഗ്ലോബ് ഇന്ത്യയിലേക്ക് എന്നുള്ള വിശദാംശങ്ങളും അതിൽ വളരെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി വിശ്വഖ്യാതിയിൽ നാട്ടു എന്നുള്ള വാർത്തയാണ്. ഇവരെ ആ ചിത്രമടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയിൽ മാധ്യമം ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന വാർത്തയായി പറയുന്നത് അനുഭാവപൂർവ്വം പരിഗണന ഉണ്ടാവും, ഹർജികളിൽ തിങ്കളാഴ്ച പരിഗണിക്കും, കരുതൽ മേഖല, കരട് വിജ്ഞാപന മേഖലകളിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാടുണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്ക സർക്കാരിനും അതിനൊക്കെ ഉപരി ഈ പ്രദേശത്തെ ബാധിക്കുന്ന ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അത്ര ഒരു ഇളവ് ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. അത് പ്രധാന വാർത്തയായി മാധ്യമം നൽകുന്നുണ്ട്. മാതൃഭൂമി അതിന് നൽകിയിരിക്കുന്നത് കരുതൽ മേഖലയിൽ അനുഭാവം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആശങ്ക പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ച വിവരവും കൃത്യമായി തന്നെ ന്യൂഡൽഹിയിൽ നിന്ന് ഷൈൻ മോഹൻ്റെ വാർത്തയാണ്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്തയും പ്രധാന പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്, ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മിക്കവാറും പ്രധാന പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് അത് വിവർത്തകൻ ഡോക്ടർ ആഷർ അന്തരിച്ചു എന്നുള്ളതാണ്. തകഴിയെയും ബഷീറിനെയും ഒക്കെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ്. ബഷീറിൻ്റെ കൃതികളൊക്കെ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എത്രത്തോളം മലയാള ഭാഷയിൽ ആ ബഷീറിൻ്റെ ഭാഷ വിവർത്തനം ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങൾ അത്രത്തോളം വലുതാണ്. അങ്ങനെ ബഷീറിനൊക്കെ അന്താരാഷ്ട്ര വേദിയിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ തകഴിയെ എത്തിക്കുന്നതിൽ മറ്റേതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളായി മാറുമായിരുന്നുവെന്ന് വിവർത്തകരടക്കം അല്ലെങ്കിൽ നിരൂപകരടക്കം പറഞ്ഞിട്ടുള്ള ഇവരെയൊക്കെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രൻ ഒന്നാം പ്രതി എന്നുള്ള വാർത്തയാണ്. ഈ വാർത്തയും മിക്കവാറും ഒട്ടുമിക്ക പത്രങ്ങളും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു കേസിൽ ഒന്നാം പ്രതിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മലയാള മനോരമയുടെ വാർത്തയാണ്. നേതൃത്വത്തിൻ്റെ പച്ചക്കൊടി K. സുധാകരൻ തുടരും എന്നുള്ളതാണ്. മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയൊക്കെ നിൽക്കുകയായിരുന്നു. പുനഃസംഘടന വിഷയം വരുന്നു, K. സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ പുനഃസംഘടന വരുമ്പോൾ K. സുധാകരൻ കൂടി മാറണം എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സുധാകരനൊപ്പം നിൽക്കുകയാണ്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ് എന്നത് വ്യക്തമായിരിക്കുന്നു. ആ വാർത്തയാണ് മനോരമയുടെ ഒരു വാർത്തയായി തന്നെ പ്രത്യേകമായി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. സുധാകരൻ MP റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പടവും ചിത്രവുമെല്ലാം സഹിതമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, പ്രവീൺ റാണ അറസ്റ്റിലായി എന്നുള്ളതാണ്. പിടിയിലായത് പൊള്ളാച്ചിക്ക് സമീപം ദേവരായപുരത്ത് നിന്നാണ്. ഒളിവിൽ കഴിഞ്ഞത് സന്യാസി വേഷത്തിൽ ആണ് എന്ന് പറയുന്നു. എന്തായാലും പ്രവീൺ റാണ എന്ന ഒരു വലിയ തട്ടിപ്പുകാരൻ ഒരുപാട് പേരെ വലിയ തുക സാമ്പത്തികമായി സഹായിക്കാം അല്ലെങ്കിൽ വലിയ പലിശ നൽകാം എന്നെല്ലാം പറഞ്ഞ് ആളുകളുടെ പണം വാങ്ങി ഒടുവിൽ അവരെല്ലാം പറ്റിച്ച് കടന്ന ഈ പ്രവീൺ റാണ എന്തായാലും ഒടുവിൽ പിടിച്ചിരിക്കുന്നു. ആ വാർത്ത ഇതും മറ്റു പത്രങ്ങളെല്ലാം തന്നെ മിക്കവാറും ഒന്നാം പേജിലോ അല്ലെങ്കിൽ പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരള കൗമുദിയുടെ വാർത്തയാണ്. കേരള കൗമുദിയിൽ TS സനൽകുമാർ എഴുതിയ വാർത്തയാണ്. ശബരിമലയിൽ ഒരു വാർത്തയെ വേറെ തലത്തിൽ ഒരു ലേഖകൻ കാണുന്നത് എങ്ങനെയെന്നത് കൂടിയാണ്. ശബരിമലയിൽ അരവണയിൽ ഉപയോഗിച്ചിരുന്ന ഏലക്കയിൽ വിഷമുണ്ട്, കീടനാശിനിയുടെ അംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ അരവണ വിൽക്കേണ്ടതില്ലെന്ന്, ആ അരവണ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതനുസരിച്ച് ഈ അരവണ എല്ലാം ഗോഡൗണിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ വാർത്തയെ സമീപിച്ചത് എത്ര രൂപയാണ് അതുകൊണ്ട് നഷ്ടമുണ്ടായത്? 6.5 കോടിയുടെ നഷ്ടം. അത് തന്നെ ഒരു തലക്കെട്ടായി നൽകുമ്പോൾ വാർത്തയ്ക്ക് മറ്റൊരു മാനം കൈവരുകയാണ്. എന്തുകൊണ്ടാണ്, എത്ര നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടായത്? അത്രത്തോളം ശ്രദ്ധയില്ലാത്ത രീതിയിലേക്ക് ഈ തരത്തിൽ ചെയ്യുകയും അല്ലെങ്കിൽ അതുമൂലം പിന്നീട് ദേവസ്വത്തിനുണ്ടായ നഷ്ടം അതടക്കം വെച്ചിട്ടാണ് പ്രധാന തലക്കെട്ടായി നൽകുന്നത്.
മറ്റൊരു പ്രധാന വാർത്ത കൂടി PH സനൽകുമാറിൻ്റെതാണ്. സനൽകുമാറിൻ്റെ വാർത്ത പിരിച്ചെടുക്കാതെ 40,000 കോടി എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് കേരളത്തിന് പണം കിട്ടാനുള്ളത്? GST ഇനത്തിൽ എത്രയാണ്? മറ്റു വിധ കേസുകൾപ്പെട്ട് എത്രയാണ്? 40,000 കോടി നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന തുക, നമുക്ക് കടം വാങ്ങാൻ ആവശ്യപ്പെടുന്ന തുകയേക്കാൾ കൂടുതൽ തുക സംസ്ഥാനം പിരിച്ചെടുക്കാറുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും പിരിച്ചെടുക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. പലതും വർഷങ്ങൾ നീണ്ട കേസിൻ്റെയൊക്കെ തുടർച്ചയാണ്. പക്ഷേ അപ്പോഴും 40,000 കോടി രൂപയാണ് സർക്കാരിന് കിട്ടാനുള്ള കടം. വിവിധ ആളുകളിൽ നിന്ന് സർക്കാരിന് കിട്ടാനുള്ള കടം അത്രയുണ്ട്. അതിൽ പിരിച്ചെടുക്കാൻ കുറേയെങ്കിലും കഴിയും. അതിനുള്ള ശ്രമം ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ധനമന്ത്രി സാമ്പത്തിക പ്രയാസം പറയുമ്പോൾ നിങ്ങൾ പിരിച്ചെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ കടമുണ്ട്, ആ കടം നിങ്ങൾ പിരിച്ചെടുക്കാൻ കൂടി ശ്രദ്ധിക്കൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് PH സനൽകുമാറിൻ്റെ വാർത്തയാണ്. വരുമാനമില്ലാതെ ബഡ്ജറ്റ് പിരിച്ചെടുക്കാതെ 40,000 കോടി. മറ്റൊന്ന് മാധ്യമം നൽകിയിരിക്കുന്നത് വധശ്രമ കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന് 10 വർഷം തടവ് എന്നുള്ളതാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു MPക്ക് ഒരു വധശ്രമ കേസിലൊക്കെ 10 വർഷം തടവ് ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായ സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതും പ്രധാന വാർത്തയായി തന്നെ മിക്കവാറും പത്രങ്ങളെല്ലാം തന്നെ ഒന്നാം പേജിലോ അല്ലെങ്കിൽ അവരുടെ ജനറൽ പേജിലോ തന്നെ അത് വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മാധ്യമവും അത് ഒന്നാം പേജിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ദേശാഭിമാനിയുടേതാണ്. ദേശാഭിമാനിയുടെ വാർത്ത ഹിന്ദുക്കൾ യുദ്ധം തുടരണമെന്ന് ഭാഗവത് ഇന്നലെ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഹിന്ദുക്കൾ എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് ആ പരാമർശത്തിന് ഒരു കാർട്ടൂണൊക്കെ കൊടുത്തിട്ടാണ് ദേശാഭിമാനിയുടെ ഒരു രാഷ്ട്രീയ ലൈൻ കൂടി ചേരുന്ന ഒരു പ്രധാന വാർത്തയായി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ആധിപത്യ ചിന്ത വെടിയണം എന്നുള്ള ഭാഗവതിൻ്റെ വാക്ക് പ്രത്യേക കോട്ടായി തന്നെ അതിൽ നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിലെ വാർത്ത മയണൈസ് ഉണ്ടാക്കാൻ പച്ചമുട്ട ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇത് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു തരത്തിൽ എല്ലാ പത്രങ്ങളും ആ തരത്തിൽ സമീപിക്കേണ്ട ഒരു വാർത്ത കൂടിയായിരുന്നു അത്. മയണൈസ് സാധാരണ ചെറിയ കുട്ടികളടക്കമുള്ളവർ, ചെറുപ്പക്കാരൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും ഈ ഷവർമയേക്കാളും കുഴിമന്തിയേക്കാളും ഒക്കെ വില്ലനായി വരുന്നത് മയണൈസ് ആണ് എന്ന തരത്തിലും ഈ ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ പലപ്പോഴും പറയാറുണ്ട്. അതിലെ പലപ്പോഴും ഉപയോഗിക്കുന്നതിലെ മായമാണ്, ഇറച്ചിയിലെ മായത്തെക്കാളും അരിയിലെ മായത്തെക്കാളും ഒക്കെ അപ്പുറം അപകടമുണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഇനി പച്ചമുട്ട ഉപയോഗിക്കരുത്, ഏതെല്ലാം വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കണമെന്നത് സംബന്ധിച്ചുള്ള ആ തീരുമാനം കൂടി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്തയാണ്. മരണത്തിന് ഒരാഴ്ച മുമ്പ് നയനയ്ക്ക് മർദ്ദനമേറ്റിരുന്നു. ശ്രീകാന്തിൻ്റെ വാർത്തയാണ്. നയനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത കൂടി ഉണ്ട് എന്നുള്ള വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും ശ്രീകാന്ത് തന്നെയാണ് മാതൃഭൂമിയിൽ. അത് ഒരു സുഹൃത്തിൻ്റെ മൊഴി കൂടിയാണ്. അവർ ആ മൊഴി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകാൻ ഇരിക്കുകയാണ്. അവർക്ക് മർദ്ദനമേറ്റിരുന്നു, ഒരു യുവാവ് അവരെ മർദ്ദിച്ചിരുന്നു, മറ്റൊരു മുതിർന്ന സ്ത്രീ അവരെ വിളിച്ച് അസഭ്യം പറഞ്ഞിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു, സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ സമഗ്രമായ ഒരു ചിത്രമാണ് ഇന്ന് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ബിജു പരവത്തിൻ്റെ വാർത്തയാണ്. തരൂർ വിഷയത്തിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. ഇത് മനോരമയും കേരളാമതി മറ്റ് പ്രധാനപ്പെട്ട മാധ്യമം മംഗളം തുടങ്ങി പ്രധാന പത്രങ്ങളെല്ലാം തന്നെ അത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പല രീതിയിൽ തന്നെ തരൂരിൻ്റെ വിഷയത്തിൽ കൈകാര്യം ചെയ്തത്, തരൂർ ആദ്യം വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വല്ലാതെ വിവാദമുണ്ടാക്കിക്കൊണ്ട് നേതാക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആ തരത്തിലേക്കൊരു മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നത്, വിവാദത്തിലേക്ക് വന്നത്. അത് ഒഴിവാക്കണമായിരുന്നു, അത്തരത്തിലായിരുന്നില്ല തരൂരിനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു വിമർശനം KPCC നേതൃയോഗത്തിൽ ഉയർന്നത്. അത് കൃത്യമായി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. പാർട്ടി നേതൃത്വം പക്വത കാണിക്കേണ്ടിയിരുന്നു എന്ന് ഭാരവാഹികൾ പറഞ്ഞ വാർത്ത പ്രത്യേകമായി തന്നെ അതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ ഹയ്യ മൂന്നാറിൽ എന്താ തണുപ്പ് എന്നുള്ളതാണ്. മൂന്നാർ -1 ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുകയാണ്. 0 ഡിഗ്രിക്ക് താഴെ 1 ഡിഗ്രിയിലേക്ക് -1 ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുന്നു. ആ മൂന്നാറിലെ ഒരു സ്ഥലത്ത് മഞ്ഞ് മൂടിക്കിടന്നു. പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിൽ നേച്ചർ ക്യാമ്പിന് മുമ്പിലെ മഞ്ഞ് വീഴ്ച. ചിത്രം പകർത്തിയത് ഷോള നാഷണൽ പാർക്കിലെ അസിസ്റ്റന്റ് വാർഡൻ അരുൺ കെ നായർ പകർത്തിയൊരു ചിത്രം കൂടിയുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിലെ ഈ മലഞ്ചെരുവുകളിൽ എത്ര തണുപ്പുണ്ടായാലും ഇത്തരത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ചിത്രം കിട്ടുക അത്യപൂർവമാണ്. അത്തരം ഒരു ചിത്രം കൂടി അവർ നൽകിയിട്ടുണ്ട്. അതൊരു ഫോറസ്റ്റ് വാച്ചർ പകർത്തിയ ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സോനാമാർഗിൽ എത്രയാണ് തണുപ്പ് വരുന്നത്, റോത്തങ് പാസിൽ എത്രയാണ്, ലാച്ചൻ താഴ്വരയിൽ എത്രയാണ് വരുന്നത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെയും ദ്രാസിൽ എത്ര തണുപ്പ്, അങ്ങനെ ഓരോ സ്ഥലത്തും വരാവുന്ന പരമാവധി കുറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണ്, അതിൻ്റെ ഒരു വിവരം കൂടി നൽകിയിട്ടുണ്ട്. അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന് മനോരമയിലെ വാർത്തയാണ്. ത്രിപുര സഖ്യം സുന്ദരമോ, അങ്കലാപ്പിൽ കേരള
CPM. കേരള സുജിത്നാരുടെ വാർത്തയാണ്. സുജിത്ത് പ്രധാനമായും കോൺഗ്രസും CPM-ഉം അവിടെ സഖ്യകക്ഷികളെ പോലെ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ധാരണയിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണയിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ മുഖ്യ എതിരാളികളാണ് പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ. അവർ എങ്ങനെ ഈ ധാരണയെ മറ്റു സ്ഥലത്തുണ്ടായി ഈ ധാരണയെ ന്യായീകരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നേരത്തെ കേരള പാർട്ടി പലപ്പോഴും കോൺഗ്രസുമായിട്ടുള്ള ഈ ധാരണകളെ എതിർത്തിരുന്നതാണ്. പക്ഷേ ത്രിപുരയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു എതിർപ്പ് ഉയർത്തിയാൽ BJP-ക്കായിരിക്കും ഗുണം ചെയ്യുക എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് കേരളത്തിൽ വിശദീകരിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെക്കുറിച്ചാണ് സുജിത്തിൻ്റെ വാർത്ത. കോൺഗ്രസ് വിരോധം കേരളത്തിലും മാത്രം ഒതുങ്ങുമോ എന്നുള്ള ഒരു സബ് ഹെഡിങ് കൂടി ഇതിന് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരളകൗമുദിയിലെ വാർത്തയാണ്. മറ്റ് എല്ലാ പത്രങ്ങളും പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. ഹോക്കി ലോകകപ്പിന് നാളെ ഒഡീഷയിൽ തുടക്കം എന്നുള്ളതാണ്. ഫുട്ബോൾ ലോകകപ്പോ അല്ലെങ്കിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പോ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമോ അല്ലെങ്കിൽ വലിയ ഒരു ആവേശമൊന്നും ഹോക്കി വേൾഡ് കപ്പിന് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ നാളെ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും വലിയ വാർത്തയായി തന്നെ എല്ലാവരും പ്രത്യേക ഫീച്ചറുകളൊക്കെ നൽകി, അതിൻ്റെ പ്രത്യേകതകളെല്ലാം നൽകി, ചരിത്രമൊക്കെ നൽകി വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഒഡീഷ ലോകകപ്പിന് വേദിയാവുന്നത്. 2018-ലും ഇന്ത്യ ആയിരുന്നു ആതിഥേയർ എന്നുള്ളത് കാണുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നാളെ രാത്രി 7 മണിക്ക് റൂർക്കേലയിൽ സ്പെയിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 15-ന് ഇംഗ്ലണ്ടുമായും 19-ന് വെയിൽസുമായുള്ള ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങൾ. എത്ര സ്റ്റേഡിയങ്ങളാണ്, ഏതെല്ലാം സമയത്താണ് ഇന്ത്യയിൽ നടന്നത്, പൂൾ ഏതാണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ഈ വാർത്തയിലുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിൽ വിനോദ് പായം എഴുതിയൊരു അഡീഷണൽ ഒരു ഫീച്ചർ കൂടിയാണ്. അത് ഇമ്മിണി വലിയ മലയാളി മനസ്സ് എന്നുള്ളതാണ്. ആഷറിനെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. ആഷർ ഇമ്മിണി വലിയ മലയാളി മനസ്സ് എന്ന് പറയുമ്പോൾ ബഷീറിനെ വിവർത്തനം ചെയ്ത ആളാണ് എന്നതുകൂടി ഓർക്കണം. ആ ബഷീറിയൻ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഷറിൻ്റെ പ്രത്യേകതകളും അദ്ദേഹത്തിന് മലയാളവുമായിട്ടൊരു എങ്ങനെയാണ് ഒരു വിദേശിയാർ ഇംഗ്ലീഷുകാരന് മലയാള ഭാഷ പഠിക്കുകയും മലയാള ഭാഷയിലെ അവാന്തര വിഭാഗങ്ങളടക്കം പഠിക്കുകയും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ച് ആ രീതിയിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യാൻ അദ്ദേഹം കാണിച്ച അത്യപാരമായ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു അർപ്പണ ബുദ്ധിയെ കൂടി മാനിക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനം കൂടിയാണ് ദേശാഭിമാനിയിൽ വിനോദ് പായം നൽകിയിരിക്കുന്നത്. ഇതടക്കം പല പ്രധാനപ്പെട്ട വാർത്തകളും ഇനിയും നമുക്ക് ഒരുപാട് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ നൽകാനുണ്ട്. പക്ഷേ തൽക്കാലം സമയം വളരെ പരിമിതമായതുകൊണ്ട് മാത്രം അവിടെ നിർത്തുന്നു. നാളെയും ഈ സമയത്ത് ന്യൂസ് പത്രം 18 ഉണ്ടായിരിക്കും.